എല്ലാവർക്കും നമസ്കാരം. കാഴ്ച പരിമിതരായ കുട്ടികളുടെ ഗണിത പഠനം നിലവിലെ പഠന സാഹചര്യങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള പ്രൈമറി ക്ലാസ്സുകളിൽ ചതുഷ്ക്രിയകളുടെ പരിശീലനത്തിനാണ് പ്രാധാന്യം. സംഖ്യാബോധം, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ ഉൾപ്പെടുന്നു. ടൈലേഴ്സ് ഫ്രെയിമിൻ്റെയും അബാക്കസിൻ്റെയും സഹായത്തോടെ ഈ പഠനം നിലവിലെ സാഹചര്യങ്ങളിൽ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇതോടൊപ്പം വൈവിധ്യമാർന്ന അളവുകൾ, നീളം, തൂക്കം, സമയം എന്നിവയും പഠിക്കുന്നു. ജാമിതീയ രൂപങ്ങളെയും പരിചയപ്പെടുന്നു. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നു. നിശ്ചിത അളവുകളിൽ രേഖകൾ, ചതുരങ്ങൾ, സമചതുരങ്ങൾ, വൃത്തങ്ങൾ എന്നിവ വരയ്ക്കാൻ ആരംഭിക്കുന്നു. ജാമിതീയ രൂപനിർമ്മാണം കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ടാക്ടൈൽ ജോമെട്രി കിറ്റ് അല്ലെങ്കിൽ ജോം കിറ്റ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. കാഴ്ച പരിമിതരായവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ വീഡിയോയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ ടാക്ടൈൽ ജോമെട്രി കിറ്റിലെ ഓരോ ഉപകരണവും ഉപയോഗിക്കേണ്ട വിധവും അടുത്ത വീഡിയോകളിൽ പരിചയപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ജോമെട്രി കിറ്റ് രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും അനുപം കുമാർ ഗാർഗാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് റേസ് ലൈൻ ഫൗണ്ടേഷനാണ്. ഇത് വാങ്ങുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കമൻറ്റ് ബോക്സിൽ ലിങ്ക് പങ്കുവയ്ക്കുന്നു. ലളിതമായും കൃത്യതയോടെയും വേഗതയിലും നമ്മുടെ കുട്ടികൾക്ക് ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന 38 ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജോം കിറ്റ്. എല്ലാ ഉപകരണങ്ങളിലും സ്പർശിച്ചറിയാവുന്ന വിധത്തിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രെയിൽ പേപ്പറുകളിൽ ജാമിതീയ രൂപനിർമ്മാണം സാധ്യമാക്കുന്നു ജോം കിറ്റ്. ഒരു കാന്തിക ശേഷിയുള്ള സ്ലേറ്റിലാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുക. ഇനി നമുക്ക് ജോം കിറ്റിലെ ഓരോ ഉപകരണങ്ങളെയും പരിചയപ്പെടാം. ഈ ജോം കിറ്റ് തുറക്കുമ്പോൾ ആദ്യം നാം കാണുന്നത് ഇതിലെ ഉപകരണങ്ങളാണ്. ഇരുപത് സെൻറ്റിമീറ്റർ അളക്കാൻ കഴിയുന്ന, സ്പർശിച്ചറിയാൻ കഴിയുന്ന മാഗ്നറ്റിക് സ്കെയിൽ. ഈ ബ്രെയിൽ സ്കെയിലിന് താഴെ കാണുന്നത് പോയിൻ്റ് മാർക്കേഴ്സാണ്. 4 പോയിൻ്റ് മാർക്കേഴ്സ് ഉണ്ട്. ഇതുപയോഗിച്ചാണ് ബ്രെയിൽ പേപ്പറുകളിൽ പോയിൻ്റുകൾ രേഖപ്പെടുത്തുന്നത്. അതിന് താഴെ കാണുന്നത് ലൈൻ മാർക്കേഴ്സാണ്. 2 ലൈൻ മാർക്കറുകളുണ്ട്. ഒരെണ്ണം 20 സെൻറ്റിമീറ്ററും ഒരെണ്ണം 14 സെൻറ്റിമീറ്ററും ഉള്ളതാണ് ലൈൻ മാർക്കേഴ്സ്. 2 ലൈൻ മാർക്കേഴ്സ്. രേഖകൾ വരയ്ക്കുന്നത് ഇതുപയോഗിച്ചാണ്. ഇതിൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ബ്രെയിൽ പേപ്പറിൽ വരയ്ക്കാൻ കഴിയുന്ന സ്റ്റൈലസ് ആണ്. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കൂർത്ത മുനയുള്ള സ്റ്റൈലസ് അല്ല. ഈ സ്റ്റൈലസിന് ഒരു പൊഴിയാണുള്ളത്. അടുത്തത് നമ്മൾ കാണുന്നത് പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺമാപിനി. പൊതുവെ നമ്മളുടെ സങ്കല്പത്തിലുള്ള കോൺമാപിനിയുടെ രൂപമല്ല. പക്ഷേ കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് വിവിധ കോൺ അളവുകളിൽ ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതമായ അനുരൂപീകരണം കോൺമാപിനിയിൽ അല്ലെങ്കിൽ പ്രൊട്രാക്ടറിൽ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. റൈറ്റ് ആംഗിൾ വരയ്ക്കുവാനോ മട്ടത്രികോണം വരയ്ക്കുവാനോ സഹായിക്കുന്ന ഉപകരണമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ജോം കിറ്റിലെ മാഗ്നറ്റിക് സ്ലേറ്റ് ആണ്. മാഗ്നറ്റിക് സ്ലേറ്റ് മാഗ്നറ്റിക് പവറുള്ള അല്ലെങ്കിൽ കാന്തിക ശേഷിയുള്ള ഒരു സ്ലേറ്റാണ്. ഏകദേശം ബ്രെയിൽ സ്ലേറ്റ് പോലെ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിലാണ് ബ്രെയിൽ പേപ്പറിൽ ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നത്.
ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബ്രെയിൽ പേപ്പർ ഉറപ്പിച്ചു വയ്ക്കുവാൻ കഴിയുന്ന വിധത്തിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്ന ഒന്നാണ് ഉള്ളത്. ഒരു ക്ലിപ്പാണ് ഉള്ളത്. സ്കെയിൽ ഉപയോഗിച്ച് ജ്യാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കെയിൽ ചെരിഞ്ഞു പോകാത്ത വിധത്തിൽ കൃത്യമായും സ്കെയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ രണ്ടു വശങ്ങളിലും കൃത്യമായ വിധത്തിൽ പൊഴികളിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ അകലങ്ങളിൽ സമാന്തരമായിട്ടാണ് ഈ പൊഴികളുള്ളത്. സ്പർശിച്ചറിയുവാൻ കുട്ടികൾക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെ 6 പൊഴികൾ മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ ഇരുവശങ്ങളിലുമുണ്ട്. ഇനി നാം കാണുന്നത് വൃത്തനിർമ്മാണത്തിന് സഹായിക്കുന്ന സർക്കിൾ ഫ്രെയിമും സർക്കിൾ മാർക്കേഴ്സുമാണ്. സർക്കിൾ മാർക്കേഴ്സും സർക്കിൾ ഫ്രെയിംസുമാണ് നാം കാണുന്നത്. 30 മില്ലിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ, 40 മില്ലിമീറ്റർ, 50 മില്ലിമീറ്റർ, ഇങ്ങനെ 80 മില്ലിമീറ്റർ വരെ ആരത്തിൽ ഡയാമീറ്ററിൽ വൃത്തങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന 6 സർക്കിൾ മാർക്കേഴ്സ് ഉണ്ട്. അതുപോലെ 35 മില്ലിമീറ്റർ, 45 മില്ലിമീറ്റർ, 55 മില്ലിമീറ്റർ, ഇങ്ങനെ 75 മില്ലിമീറ്റർ വരെ അല്ലെങ്കിൽ 7.5 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന 6 സർക്കിൾ മാർക്കേഴ്സും ഉണ്ട്. 30 മില്ലിമീറ്റർ മുതൽ 5ൻ്റെ ഗുണിതങ്ങളായി 75 മില്ലിമീറ്റർ വരെ ഉള്ള വൃത്തങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇനി നാം കാണുന്നത് നിശ്ചിത അളവുകളിൽ ചാപം അല്ലെങ്കിൽ ആർക്ക് വരച്ച് ത്രികോണം നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ്. 85 മില്ലിമീറ്റർ, 95 മില്ലിമീറ്റർ, 105 മില്ലിമീറ്റർ, 115 മില്ലിമീറ്റർ അല്ലെങ്കിൽ 8.5 സെൻറ്റിമീറ്റർ, 9.5 സെൻറ്റിമീറ്റർ, 10.5 സെൻറ്റിമീറ്റർ, 11.5 സെൻറ്റിമീറ്റർ അളവുകളിൽ ചാപം അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കുന്ന ആർക്ക് ഫ്രെയിമും ആർക്ക് മാർക്കറുമാണ് നാം കാണുന്നത്. അതുപോലെ 90 മില്ലിമീറ്റർ, 100 മില്ലിമീറ്റർ, 110 മില്ലിമീറ്റർ, 120 മില്ലിമീറ്റർ അല്ലെങ്കിൽ 9.9 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ അളവുകളിൽ ചാപം അല്ലെങ്കിൽ ആർക്ക് വരച്ച് ത്രികോണങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ആർക്ക് മാർക്കറും ആർക്ക് ഫ്രെയിമുമാണ് നമ്മൾ കാണുന്നത്. ജോൺ കിറ്റിനെക്കുറിച്ചും അതിലെ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലെ ഓരോ ഉപകരണവും ഉപയോഗിക്കുന്ന വിധം വിവരിക്കുന്ന അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.